ജീൻ മാപ്പിംഗ് നേരിട്ടിട്ടില്ലേ? 50ാമത്തെ വയസ്സിലെ ഡയബറ്റീസ് ഐഡന്റിഫൈ ചെയ്തിട്ട് മെഡിസിൻ കഴിച്ചിട്ട് ഡെത്ത് എക്സ്റ്റെൻഡ് ചെയ്യണോ, അല്ലെങ്കിൽ ചെറിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ വരുത്തി കൂടുതൽ ഹെൽത്തിയായി ഹാപ്പിയായി കുറേ കാലം ജീവിക്കണം? ശരിക്കും എന്താണ് ജീൻ മാപ്പിംഗ്? ഒരു വ്യക്തിയുടെ ജനിതക ഘടന പരിശോധിച്ച് അതിലെ വിവിധ ശ്രേണികൾ മനസ്സിലാക്കുന്നതിന് ജീൻ മാപ്പിംഗ് എന്ന് പറയാം. ഇങ്ങനെ ജനിതക ശ്രേണി നോക്കിയാൽ രോഗകാരണമാകുന്ന ചില ജീനുകളെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. കാഴ്ചയിൽ വളരെ ആരോഗ്യവാന്മാരാണെന്ന് നമുക്ക് തോന്നുന്ന ചിലർ, ഇനി സ്ഥിരമായി ജിമ്മിൽ പോവുകയും ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത കാണിക്കുകയും ചെയ്യുന്ന മറ്റു ചിലർ, ഇവരിൽ ചിലർ അവരുടെ 30കളിലും 40കളിലും പെട്ടെന്നൊരു ദിവസം ഹൃദയാഘാതം എന്ന് നമ്മെ വിട്ടു പോകുന്നു. ഇത്തരം രോഗകാരണമായ ജീനുകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിലെ, നമ്മുടെ ഭക്ഷണശൈലിയിലെ, നമ്മുടെ എക്സർസൈസിലെ ആരോഗ്യകരമായ ചില മാറ്റങ്ങൾ ഇത്തരം രോഗം വരാതെ നമ്മെ സംരക്ഷിക്കും. ഇവിടെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം, നിങ്ങളുടെ ജനിതക ഘടന പരിശോധിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായ ഭക്ഷണം, നിങ്ങൾക്ക് അനുയോജ്യമായ വ്യായാമം, നിങ്ങൾക്ക് അനുയോജ്യമായ മരുന്ന്, നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കാര്യങ്ങൾ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ജീവിതശൈലി നിർണ്ണയിക്കുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജനിതക ഘടനയ്ക്ക് അനുസൃതമായ ഒരു ജീവിതശൈലി നാം സ്വീകരിക്കുകയാണെങ്കിലോ, അതെ, അത് തന്നെയാണ് ഒരു വ്യക്തിക്ക് ഏറ്റവും അനുയോജ്യമായത്. ആരോഗ്യം കാത്തുസൂക്ഷിക്കുവാനും രോഗം വരാതെ ഇരിക്കുവാനും ദീർഘായുസ്സോടുകൂടി ഇരിക്കുവാനും. ആരോഗ്യരംഗത്തെ ഇത്തരം നൂതന ആശയങ്ങൾ ഇന്ത്യയിൽ വ്യാപകമായി കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.